ഒരുമയോടെ വസിക്കാം, സൗഹൃദം കാക്കാം എന്നൊരു ശീർഷകം ഉയർത്തിക്കൊണ്ട് SKSSF ഒരു ദേശീയോദ്ഗ്രഥന പ്രചാരണം ആരംഭിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യത്തെയാണ് SKSSF ഇതിലൂടെ അഭിസംബോധന ചെയ്യുന്നത്. നാട്ടിലിന്ന് വിഭാഗീയതയും വർഗീയതയും വളർത്താനുള്ള ശക്തികൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ രണ്ട് നിലയ്ക്ക് നേരിടാൻ പറ്റും. പലവരും ഇങ്ങനത്തെ ശക്തികളെ അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടാണ് ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇത് അധികം ഫലം ചെയ്യുകയില്ല എന്നുള്ളതാണ്. കാരണം അധിക്ഷേപം, ശകാരം ഒക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ശക്തികളെ വളർത്തുകയാണ് ചെയ്യാറുള്ളത്. തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് എന്ന മതങ്ങളുടെ അടിസ്ഥാനപരമായ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് SKSSF ഈ തിന്മയുടെ ശക്തികളോട് നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. നാം തിന്മയുടെ ശക്തികളെ ശകാരിക്കുന്നതിന് പകരം, അധിക്ഷേപിക്കുന്നതിന് പകരം നന്മയുടേതായ വലിയൊരു ആത്മീയ മണ്ഡലം കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ തിന്മയെല്ലാം സ്വാഭാവികമായും തിരോഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ വർഗീയതയും വിഭാഗീയതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരോട് ഇന്ത്യയുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ചരിത്രം വിഭാഗീയതയുടെയും വർഗീയതയുടെയുമല്ല, പരസ്പരം കൂടിക്കഴിയലിൻ്റേതാണ്. ഹൈന്ദവ തത്വപ്രകാരമാണെങ്കിലും ഇസ്ലാമിൻ്റെ തത്വപ്രകാരമാണെങ്കിലും മതങ്ങളുടെ ഉള്ളിലെല്ലാം ഉള്ള ഒരു ഏകമായിട്ടുള്ള ഒരു രേഖയുണ്ട്. അതാണ് ഇസ്ലാം ഉദ്ഘോഷിക്കാറുള്ളത്. എൻ്റെ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയും എൻ്റെ മുമ്പ് വന്ന ദേവദൂതരെയും എന്നെപ്പോലെ തന്നെ ആദരിക്കണം എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ളത്. അതായത് മതങ്ങൾ പരസ്പരം പോരടിക്കാനുള്ളതല്ല. മതങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശത്തും ഓരോ ദേവദൂതരാൽ പ്രോദ്ഘാടനം ചെയ്യപ്പെടുകയും പ്രോദ്ഘാടനങ്ങൾക്ക്, അതിൻ്റെ ആശയങ്ങൾക്ക് ജീർണത സംഭവിക്കുന്ന സമയത്ത് ഒരു പുതിയ ദൈവദൂതൻ വരുന്നു. അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് ഇസ്ലാമിലുള്ളത്. ഹൈന്ദവതയിലും ഇങ്ങനെ തന്നെയാണ്. എവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അവിടെ ഞാൻ അവതരിക്കും. ഈ ഞാനെന്ന് സാഹിത്യഭാഷയിൽ പറയുകയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല അർത്ഥം, ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ മതങ്ങളുടെ തത്വപ്രകാരം തന്നെ ഉള്ള പരസ്പര സഹകരണത്തിൻ്റേതായിട്ടുള്ള ഒരു ആഹ്വാനമുണ്ട്. ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം സഹകരിക്കാനാണ് ദൈവം, റബ്ബ് ആഗ്രഹിക്കുന്നത് എന്ന പരമമായ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഈ വിഭാഗീയതകൾക്കെതിരെ പോരാടാനുള്ള ആശയം രൂപീകരിക്കാനുള്ള. അതാണ് ശരിയായ വിശ്വാസത്തിൻ്റെ മാർഗവും അതാണ്. അല്ലാതെ ശകാരം കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭാരതീയമായ പൈതൃകം എന്ന് പറഞ്ഞാൽ ഹൈന്ദവാചാര്യന്മാരെല്ലാം തന്നെ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയുള്ളവർ നബി തിരുമേനിയോട് എന്തൊരു ആദരവായിരുന്നു. മുസ്ലിം രീതിയിൽ ജീവിച്ചുകൊണ്ടുപോലും അദ്ദേഹം ഹൈന്ദവ മതത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റ് മത രീതികളിൽ കൂടെ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിച്ചിട്ടുള്ള ആളാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് ഭാരതം എല്ലാ മതങ്ങളുടെയും മാതാവാണ് എന്നാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് അത്യാദരവായിരുന്നു റസൂലിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഇവരെല്ലാം തത്വങ്ങൾ തമ്മിലുള്ള സാമ്യത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. അപ്പം അന്ന് വൈരുദ്ധ്യങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് തത്വങ്ങളെ, സാമ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഭാരതീയമായിട്ടുള്ള നമ്മുടെ ചരിത്രത്തെ, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും സൗഹാർദ്ദത്തോടു കൂടി കഴിഞ്ഞ ചരിത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ ആശയം വികസിപ്പിച്ചുകൊണ്ട് വേണം നാം ഇതിനെ നേരിടാനുള്ളത്. ഇങ്ങനെയുള്ളൊരു വലിയ വെളിപാടിൽ നിന്നാണ് സത്യത്തിൽ SKSSF ഇങ്ങനെയൊരു ദേശീയോദ്ഗ്രഥന പ്രചാരണം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപരമായിട്ടുള്ള മതവിശ്വാസത്തിൻ്റെ തത്വങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഇങ്ങനെയുള്ള പ്രചാരണ പരിപാടികളാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലം നൽകുക.
SKSSFന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള ഈ ദേശത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഭാരതീയമായ സംസ്കാരത്തിനോട് ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു പാരമ്പര്യം SKSSFനുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ് പിന്നെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇസ്ലാം അതുതന്നെയാണ് പറയുന്നത്. എല്ലാ ദേശത്തിൻ്റെയും ആചാരങ്ങൾ പോലും ദൈവദത്തമായി അറിഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് ഓരോ ദേശത്തും അതിൻ്റെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇസ്ലാമിനെയാണ് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം സങ്കല്പിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഉദ്യമം ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങളാൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ വിജയത്തിനായി ഞാൻ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ ഉയർത്തുന്നു.